ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് +2 ഫിസിക്സ് യൂണിറ്റ് 3 അതല്ലെങ്കിൽ സിലബസിലുള്ള 13ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് മാഗ്നറ്റിസം എന്നൊരു ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ തിയറംസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൂള്, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് റൂള്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്, ബയോട്ട്-സവാർട്ട്സ് ലോ, അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആംപിയേഴ്സ് ലോ, അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കിയിരുന്നു. പിന്നെ സൈക്ലോട്രോൺ എന്താന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫോഴ്സസ് വരുന്ന ആ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ വരുന്ന ഫോഴ്സ്, അതിന്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ ടോർക്കും അതിന്റെ എക്സ്പീരിയൻസ്, ഡിഫറെന്റ് മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കുകൾ എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻസ്, ടു അമ്മീറ്ററും ടു വോൾട്ട് മീറ്ററിലേക്കുള്ള കൺവേർഷൻ. പിന്നെ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന് അതിനെക്കുറിച്ച് അത് പല കേസസിൽ വരുന്ന കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാർ മാഗ്നറ്റ് ഒരു ഈക്വലന്റ് സോളിനോയിഡ്, ആ ഒരു ടോപ്പിക്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് എലമെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഡിഫറെന്റ് മാഗ്നറ്റിക് എലമെന്റ്സുകളായിട്ടുണ്ടായിരുന്ന പാര, ഡയ, ഫെറോ, ഇതിനെ കുറിച്ചും അതിന്റെ എക്സാമ്പിളുകൾ നോക്കിയിരുന്നു. പിന്നെ പെർമനന്റ് മാഗ്നറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ടോട്ടൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു യൂണിറ്റ് ആണിത്. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല നമ്മൾ ഇതിലൂടെ പോകുന്നത്, ജസ്റ്റ് ഒരു റിവൈസ് ചെയ്ത് പോവുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്, എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു മൂവിംഗ് ഇലക്ട്രിക് ചാർജ്, ഒരു മാഗ്നറ്റിസം ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസിൽ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ടാകും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുന്നതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു മാഗ്നറ്റിസം ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിസം ഫീൽ ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ബി അല്ലെങ്കിൽ എച്ച് എന്നുള്ള ഒരു പേരിലാണ്. യൂണിറ്റ് ടെസ്ലയാണ്. ബേസ് യൂണിറ്റ് എന്താന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ കൂളോം ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദേ ആർ വിഷ്വൽ ടൂൾ യൂസ്ഡ് ടു റെപ്രസെന്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ടൂൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യുന്നത്, ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആ ഒരു നോർത്ത് മോണോപോൾ അറ്റ് എനി ഗിവൺ പൊസിഷനിൽ അതിന്റെ ഒരു ഡയറക്ഷൻ ആണ്, ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ നമുക്ക് നോർത്തും സൗത്തും കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ ഡയറക്ഷൻ വരുന്നത്, നോർത്ത് ടു സൗത്ത്. ഇവിടെ അതുപോലെ തന്നെയാണ് നോർത്ത് ടു സൗത്ത്. എന്നാൽ രണ്ട് മാഗ്നറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് വരുന്നത് നോക്കും, നോർത്ത് ടു സൗത്ത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ദേ നെവർ ക്രോസ് ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, പരസ്പരം ക്രോസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. ആ ഒരു സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡെൻസിറ്റിയാണ്, എത്രത്തോളം ഡെൻസ് ആയിട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്, അതാണ് അതിന്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓൾവേസ് മേക്ക് എ ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും തന്നെ ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേ ഓൾവേസ് എമേർജ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് ടെർമിനേറ്റ് അറ്റ് ദ സൗത്ത് പോൾ. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, നോർത്തിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്നത് സൗത്തിലുമാണ് അല്ലെ. ഇവിടെ നോക്കുക, ഇതൊരു അങ്ങനെ തന്നെയാണ്, നോർത്ത് ടു സൗത്ത്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നോർത്ത് ടു സൗത്ത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിലും എൻഡ് ചെയ്യുന്നത് സൗത്തിലും ആയിരിക്കും. അപ്പൊ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും തന്നെ ഫോം ആകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടീസുകൾ നമുക്ക് നല്ല രീതിയിൽ അറിയണം, കാരണം നമുക്ക് ചിലപ്പോൾ MCQസിൽ എക്സ്പെക്ട് ചെയ്യാം which is not a property of a magnetic field line എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. സോ അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസുകൾ എന്താണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റൂൾസ് നോക്കാനുണ്ട്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ഇതാണ് നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് തംബ്, index finger and middle finger of the right hand are set to such that they are perpendicular to each other. അപ്പൊ ഈ ഒരു മൂന്ന് ഫിംഗേഴ്സ്, തമ്പ്, ഫോർഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, അത് മൂന്നും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പോയിന്റഡ്, അതായത് ഈ ഒരു പോയിന്റ് ഫിഗർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിഗർ തരുന്നത് നമുക്ക്
മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആയിരിക്കും. Then the middle finger എന്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ it is shows the current induced in that field, direction of current induced in that field. Okay, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള ഒരു റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. അപ്പോൾ നമ്മൾ ഈ 3 ഫിംഗേഴ്സ് തംബ് റൂൾ, ഇൻഡെക്സ്ഡ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, ഇത് മൂന്നും നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇൻഡെക്സ് ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ദെൻ ഈ ഒരു മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് അതിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ്. Maxwell's right hand thumb rule ആണ്. If a person grabs a current carrying wire with his right hand and with his thumb open and all other fingers closed, then the thumb points in the direction of current and the curled fingers give us the interpretation of the magnetic flux lines. ഈ റൂളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു കറന്റ് ക്യാരിയിങ് വയർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഒരു റൈറ്റ് ഹാൻഡിൽ ഉണ്ടെങ്കിൽ, ആ ഒരു തമ്പ് ഓപ്പൺ ആക്കിയിരിക്കും, ബാക്കി എല്ലാ ഫിഗേഴ്സും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റും ബാക്കി 4 ഫിംഗേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ, ആ 4 ഫിംഗേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, if a current carrying wire is flowing upwards, then after holding a wire using Maxwell's right hand thumb rule, you can conclude that magnetic flux lines are anti-clockwise. അല്ലേ, അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ആ ഒരു നമ്മൾ ജസ്റ്റ് കൈക്കിലൊന്ന് അസ്യൂം ചെയ്താൽ മതി, ആ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഡയറക്ഷൻ ഓഫ് കറന്റ് ആണെങ്കിൽ ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒക്കെ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അല്ലെ, ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ്, അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ആ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് എങ്ങനെയാണ് വയർ അപ്വേർഡ്സിൽ കാണിക്കുകയാണെങ്കിൽ, ഈ പറയുന്നത് നമ്മൾ വയർ എന്ന് പറയുന്നത് നമ്മൾ താഴത്തേക്കുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഈ ഡൗൺവേർഡ് സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തമ്പ് ഫിംഗർ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കും, അങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും കിട്ടും. ഓക്കെ, ഇപ്പൊ തമ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ഇഫ് സപ്പോസ് തമ്പ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ആർ ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇതാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് എനിക്ക് അതിന് വേണ്ടി വരുന്ന ആ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് ഇതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. തിരിച്ചാണ് വരുന്നതെങ്കിൽ തമ്പ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, the use of right hand thumb rule is where that we can easily determine the relation between the direction of current and the magnetic field. അപ്പോൾ ഈ ഒരു മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കറന്റിന്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷന്റെ റിലേഷൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് ഈ ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു കോർക്ക് സ്ക്രൂ റൂൾ വിച്ച് ഈസ് ഓൾമോസ്റ്റ് സെയിം. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു റൂളും കൂടി ഉണ്ട്, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ. ഇതാണ് നമുക്കൊരു സ്ക്രൂ ആണ് അല്ലെ. അപ്പൊ സ്ക്രൂ നമുക്ക് നോക്കൂ, ഫസ്റ്റ് കോർക്ക് സ്ക്രൂ ഈസ് ടേം യൂസ്ഡ് ടു ഡിഫൈൻ ആൻ ഒബ്ജെക്ട് which is used to pull out a cork from the bottle. ഒരു ബോട്ടിലിൽ നിന്ന് ഒരു കോർക്ക് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലുക്സ് ലൈക്ക് എ സ്മോൾ നോർമൽ ആയിട്ട് ഒരു സ്ക്രൂ നമ്മൾ ഒരു സ്പൈറൽ ആൻഡ് ഷാർപ്പ് എൻഡുള്ള ഒരു സ്ക്രൂവിന്റെ രീതിയിലാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ ആ കോർക്കിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുന്നത്. ഉള്ളിലേക്കാണെങ്കിലോ ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. അപ്പൊ നോക്കൂ, ഇപ്പൊ കറന്റ് എന്ന് പറയുന്നത് എനിക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ദിസ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇഫ് കറന്റ് എന്ന് പറയുന്നത് എനിക്ക് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു സ്ക്രൂവിന് നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു സ്ക്രൂ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൽ നിന്ന് ആ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കായിരിക്കും അല്ലെ. കറന്റ് ഡയറക്ഷൻ പുറത്തേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രൂ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇഫ് സപ്പോസ് ആ ഒരു കറന്റിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണെങ്കിൽ നമുക്ക് സ്ക്രൂ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേഷൻ നടക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ ആ ഒരു മാക്സ്വെൽസിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇതിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ okay, next we are going to discuss the another rule that is Ampere's swimming rule. Okay, Ampere's swimming rule എന്ന് പറയുന്നത്, according to Ampere's swimming rule, imagine a person swimming with his face downwards looking at the magnetic needle. അപ്പൊ ഈ ഒരാൾ നീന്തുമ്പോൾ അയാളുടെ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു നീഡിലിനെ ഫേസ് ചെയ്തിട്ടാണ് ഡൗൺവേർഡ് നോക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ കറന്റ് എൻറ്റേഴ്സ് ഫ്രം ഹിസ് ഫീസ് അല്ലെ. അപ്പൊ കറന്റ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു സൗത്ത് ഡയറക്ഷനിലേക്ക്, സൗത്തിൽ നിന്നായിരിക്കും കറന്റ് എൻ്റർ ആവുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കാലിൽ നിന്നായിരിക്കും നമുക്ക് കറന്റ് എൻ്റർ ആവുന്നത്. ഈ വഴിയായിരിക്കും നമുക്ക് കറന്റ് മൂവ് ചെയ്യുന്നത്, നോർത്ത് വഴി. Then end pole of the magnetic needle will get deflect towards his left hand. അപ്പൊ ഈ ഒരു end pole എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു നോർത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ആയിരിക്കും ഈ ഒരു ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇതാണ് ആംപിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റൂൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത്. അതായത് കറന്റ് ഫ്ലോസ് ഫ്രം സൗത്ത് ടു നോർത്ത്, അതാണ് SN, and north pole will be deflect to east. North, that is SNOW. അപ്പൊ സ്നോ എന്ന് പറയുന്നത് ഇതിനെയാണ്, കറന്റ് ഫ്ലോ ഫ്രം സൗത്ത് ടു നോർത്ത് ആൻഡ് നോർത്ത് പോൾ വിൽ ബി ഡിഫ്ലക്ട് ടു ഈസ്റ്റ്. അതാണ് സ്നോ എന്ന് പറയുന്നത്. ഓക്കെ, അറൌണ്ട് എ പെർമനന്റ് മാഗ്നറ്റ് എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ചുറ്റിലും ഒരു കണ്ടിന്യൂസ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ആവുന്നത്. ഓക്കെ, so the magnetic field is stationary and referred to as a magnetostatic field. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, അതിനെ പറയുന്നതാണ് ഒരു മാഗ്നെറ്റോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന്. ഓക്കെ, അപ്പൊ ഓരോ ടൈമിലും മാഗ്നിറ്റ്യൂഡും ട്രജക്ടറിയും റിമൈൻ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഓയിസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറന്റ് ക്യാരിയിങ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡയറക്ഷൻ ഓഫ് കറന്റിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയതാണ് അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മാഗ്നറ്റിക് കോമ്പസ് ആ ഒരു നീഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഡയറക്ഷൻ ഓഫ് കറന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു ഓയിസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ബയോട്ട് സവാർട്സ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ബയോട്ട് സവാർട്സ് ലോ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഇത് എന്താ ചെയ്യുന്നത്? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറന്റ് ക്യാരിയിങ് സെഗ്മെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ബയോട്ട് സവാർട്സ് ലോ തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതായത് അതിന്റെ കറന്റ് എലമെന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇതാണ് അതിന് അറേഞ്ച്മെന്റ് ഉള്ള രീതിയിലുള്ള ഒരു ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് dB, which is directly proportional to I dl sin theta by r square എന്നാണ്. അപ്പൊ dB എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് which is directly proportional to I into കറന്റ്, അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഇൻറ്റു dl എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലെങ്ത് അല്ലെ, ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ dl എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റും ഈ പറയുന്ന ഈ ഒരു ആംഗിളും അത് തമ്മിലുള്ള ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r square. r square it is the distance from here to point P. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയാനുള്ള ഒരു ഇതാണ് μ0/4π എന്നുള്ള എടുത്തിരിക്കുന്നത്. സോ ഇക്വേഷൻ എന്താണ്? μ0/4π I dl sin theta by r square, where μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? It is the permeability of free space ആണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ WB by ആംപിയർ ആണ് നമുക്ക് വരുന്നത്, വെബ് ബൈ ആംപിയർ ആണ് വരുന്നത്. ഇതാണ് ബയോട്ട് സവാർട്സ് ലോയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ആംപിയേഴ്സ് ലോ ആണ്. ആംപിയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? The magnetic field created by an electric current which is proportional to the size of the electric current with a constant of proportionality equal to the permeability of free space എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ആംപിയേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഒരു മാക്സ്വെൽസ് ഇക്വേഷന് ഈക്വൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. നോക്കൂ, del cross H is equal to dou D by dou T plus J എന്നാണ് നമുക്ക് വരുന്നത്. ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഇതെന്ന് പറയുന്നതാണ് ഈ ഒരു ആംപിയേഴ്സ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ,
Ampere's circuit law എന്ന് പറഞ്ഞാൽ എന്താണ്? It is written in the line integral of the magnetic field. അതായത് ഈ ഒരു representation ആണ്, equation ആണ് നമുക്ക് വരുന്നത്. It is the line integral of magnetic field which is surrounding a closed loop which is equal to the algebraic sum of the current I enclosed. അതായത് ആ ഒരു ടോട്ടൽ ക്ലോസ്ഡ് ലൂപ്പിലൂടെ ഉണ്ടാവുന്ന ടോട്ടൽ കറന്റ് algebraic sum of the current ന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എവിടേക്കാണ് നമ്മൾ ഈ ഒരു ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യുന്നത് നോക്കൂ. ആ ഒരു മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കുന്നതിന്, ആ ഒരു ലോങ് കറന്റ് ക്യാരിയിങ് വയറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട്, അതുപോലെ തന്നെ ഒരു ടൊറോയിഡിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ദെൻ ഒരു ലോങ് കറന്റ് ക്യാരിയിങ് സിലിണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന്, അതുപോലെ ഒരു കണ്ടക്ടറിന്റെ അകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ, പിന്നെ ഫോഴ്സസ് ബിറ്റ്വീൻ കറന്റുകൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സസ് എന്താണോ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപിയേഴ്സ് ലോ കണ്ടുപിടിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ആണ്. അത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ അയേഴ്സിനെ ഹൈ എനർജിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷീൻ ആണ് ഈ പറയുന്ന സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും യൂസ് ചെയ്യുന്നുണ്ട് സൈക്ലോട്രോണിൽ. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈക്ലോട്രോൺ എന്ന ഒരു മെഷീനിൽ ബോത്ത് ഇലക്ട്രിക് എനർജി അതുപോലെ തന്നെ മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രണ്ട് ഫീൽഡുകളും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, അതുകൊണ്ട് ദേ ആർ ക്രോസ് ഫീൽഡ് ആണ്. ദേ ആർ കോൾഡ് ക്രോസ് ഫീൽഡ്. ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് നമുക്ക് വരുന്നത്, അല്ലെ? ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ദേ ആർ ക്രോസ് ഫീൽഡ്സ് എന്ന് വേണം പറയാം. ഓക്കെ, അപ്പൊ ഒരു സൈക്ലോട്രോണിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേറ്റ് ചെയ്യുകയാണ് ടുവാർഡ്സ് ഫ്രം ദ സെന്റർ അലോങ് എ സ്പൈറൽ പാത്ത് ആണ്. അതായത് ആ ഒരു പുറത്തേക്ക് ഔട്ട്വേർഡ്സിലേക്കാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. അത് ആ ഒരു സെന്ററിൽ നിന്നും ആ ഒരു സ്പൈറൽ പാത്തിന് അലോങ് ആയിട്ടായിരിക്കും ആക്സലറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പൈറൽ ട്രജക്ടറി ഫോം ചെയ്യുകയും അതെങ്ങനെയാണ്? ആ ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡും അതുകൊണ്ട് തന്നെ നമുക്കൊരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം നമുക്കൊരു സ്പൈറൽ ട്രജക്ടറി ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്, ഈ ഒരു സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്കുള്ള ഒരു എക്സ്പ്രഷൻ ആണ് F is equal to QB/2πm എന്ന് പറയുന്നത്. F is equal to QB/2πm, where B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്, Q എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, ആ ഒരു പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ചാർജ് എന്താണോ അതാണ് Q എന്ന് പറയുന്നത്, ആൻഡ് M which is the relativistic mass of the charged particles. ആ ഒരു റിലേറ്റിവിറ്റി ആയിട്ട് വരുന്ന ഒരു മാസ്, ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മാസിനെയാണ് M എന്നുള്ള പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് ചാർജ് ക്യൂവിനെ നമ്മൾ ആ ഒരു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെയും പ്രസൻസിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് B of R ആണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് E of R എന്നാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ടോട്ടൽ ഫോഴ്സ്, ഓക്കെ, ആ ഒരു ഇലക്ട്രിക് ചാർജ് ക്യൂവിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് ആ ഒരു ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നറ്റിക് ഫോഴ്സിന്റെയും സം ആണെന്ന് നമുക്ക് പറയാം. അതായത് F ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ചാർജ്, അതുപോലെ തന്നെ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ആ ഒരു സം ആയിരിക്കും നമുക്ക് ആ ഒരു Q എന്ന് പറഞ്ഞ ഇലക്ട്രിക് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ബിറ്റ്വീൻ ടു മൂവിങ് ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ എങ്ങനെ വരുന്നത്? The effect exerted either charge by magnetic field created by other. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു രണ്ട് ചാർജുകളല്ലേ, വേറൊരു ചാർജ് കാരണം ക്രിയേറ്റ് ആയിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒരു ടോട്ടൽ സം ആയിരിക്കും നമുക്ക് ആ ഒരു ചാർജുകളിൽ വരുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? F is equal to Q into E of R plus V into B of R എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. So it is the combination of the electric and magnetic force on a point charge due to electromagnetic field. Electromagnetic field കാരണം ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു മാഗ്നറ്റിക് ഫോഴ്സ്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ആ ഒരു ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് L ഉം അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A യുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റോഡ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു നമ്പർ ഓഫ്
ഡെൻസിറ്റി ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ n-ലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ then total number of charge carriers എങ്ങനെ എഴുതാം NaL that means അല്ല NaI ആണ് ട്ടോ L അല്ല I ആണ് സോ n എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് I it is the steady current in the rod അതാണ് നമുക്ക് വരുന്ന ടോട്ടൽ മൊബൈൽ ടോട്ടൽ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഓക്കേ then the drift velocity ആ ഒരു മൊബൈൽ കാരിയറുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ VD എന്നാണ് when ഈ കണ്ടക്ടിംഗ് റോഡ് നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് F is equal to NaI into QVD into B എന്നാണ് വരുന്നത് ഓക്കേ Q എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദി ആ ഒരു മൊബൈൽ ചാർജിന്റെ ഒരു വാല്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ NQVD അതായത് NQVD ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം ഓൾസോ ദ കറന്റ് ഡെൻസിറ്റി J അപ്പോൾ നമുക്ക് അതിനെ എഴുതാം A into എങ്ങനെ എഴുതാം ആ ഒരു മോഡുലസിലെ NQVD എന്ന് എഴുതാം ഇറ്റ് ഈസ് ദ കറന്റ് I through the conductor ആ ഒരു ഇത്രയും ടേംസിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഒരു കറന്റ് അതായത് J and A cross ഓക്കേ ആ ഈ ഒരു ടേംസ് ആണ് നമുക്ക് അതിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം F is equal to NQEVD into AI which is into cross product B ആണ് അപ്പോൾ ഈ ഒരു ടേംസ് J ആക്കി എടുത്തിരിക്കുകയാണ് J into AI ഇവിടെ നോക്കൂ ഇത്രയും ടേംസിനെ J എന്നുള്ള രീതിയിൽ എടുത്ത് AI into B ആണ് സോ IL cross B ആണ് ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു I is the vector magnitude of equal length of conductor അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫൈനൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കേ ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് രണ്ട് പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഫോഴ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് രണ്ട് പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ട് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D എന്നൊരു ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ വൺ ഓഫ് ദ കണ്ടക്ടർ ഈസ് ക്യാരിയിങ് കറന്റ് I1 അപ്പോൾ ഈ ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാവുന്ന കറന്റ് I1 ഉം ഇതിലൂടെ ഉണ്ടാകുന്ന കറന്റ് എന്ന് പറയുന്നത് I2 ആണ് ഓക്കേ അപ്പോൾ ഈ ഒരു കണ്ടക്ടർ 2 എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ആ ഒരു കണ്ടക്ടർ 1 കൊണ്ട് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ഏതൊരു പോയിന്റിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഈ ഒരു ഫസ്റ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് FBA അതായത് സെക്കൻഡ് കണ്ടക്ടറിലേക്ക് വരുന്നതാണ് FBA is equal to mu0 I0 IA IB by 2 pi d എന്നാണ് വരുന്നത് ഓക്കേ mu0 IA അതായത് കറന്റ് IA അല്ലെങ്കിൽ I1 IB അതായത് I2 by 2 pi d ഓക്കേ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഫോഴ്സിനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് നമുക്ക് നോക്കാനുള്ളത് ആംപിയർ എന്ന് പറയുന്നത് ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആംപിയർ ഓഫ് കറന്റ് റെപ്രസെന്റ് ഒരു 1 ആംപിയർ ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് 1 കൂളോം ഇലക്ട്രിക് ചാർജ് in 1 seconds moving in 1 seconds ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന 1 കൂളോം ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണോ അതിനെയാണ് നമ്മൾ 1 ആംപിയർ ഓഫ് കറന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6.24 into 10 to the power 18 ചാർജ് കാരിയേഴ്സ് ആണ് അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ആംപിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ amount of current produced by the force of 1 volt acting through a resistance of 1 ohm ഒരു ഓം റെസിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന 1 വോൾട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം വരുന്ന ആ ഒരു കറന്റ് എത്രത്തോളം പ്രൊഡ്യൂസ് ആകുന്നോ അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ആ ഒരു ആംപിയറും കൂളോം തമ്മിലുള്ള ഒരു റെപ്രസെന്റേഷൻ റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ആംപിയർ is equal to 1 കൂളോം per second ആണ് ഓക്കേ ഇതാണ് ആംപിയർ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ടോർക്ക് ആണ് ടോർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് ഈസ് ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റെക്ടാങ്കുലർ ലൂപ്പ് ആ ഒരു റെക്ടാങ്കുലർ ലൂപ്പിന്റെ സെയിം പ്ലെയിനിലാണെന്നെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ആ ഒരു ഫീൽഡ് കാരണം ഉണ്ടാകുന്നില്ല ഓക്കേ ഓൺ ദ ആംസ് ഓഫ് ദ ലൂപ്പ് ദാറ്റ് ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിന് പാരലൽ ആയിട്ടുള്ള ആ ഒരു ആംസിൽ നമുക്ക് പ്രത്യേകിച്ച് ഫോഴ്സുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല പക്ഷേ ആംസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ആംസ് പാരലൽ ആണെങ്കിൽ there is no force exerted but when it is in a perpendicular ആണെങ്കിൽ നമുക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട് അതിന്റെ ഇക്വേഷൻ ആണ് F1 is equal to
IBB എന്നാണ്, IBB ആണ്. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് F2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് F2 is equal to IBB which is equal to F1 ആണ്. അതായത് F1 ഉം F2 നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ നെറ്റ് ടോർക്ക്, ആ ഒരു ലൂപ്പിൽ ഉണ്ടാവുന്ന നെറ്റ് ടോർക്ക് which is equal to നമുക്ക് എങ്ങനെ എഴുതാം? Tau is equal to F1 plus A by 2, F1 A by 2 plus F2 A by 2 ആണ്. So tau is equal to F1 എന്ന് പറഞ്ഞാൽ എന്താണ്? IBB A by 2 plus IBB A by 2 which is equal to 1AB IAB into B which is IAB. ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ടോട്ടൽ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് ലൂപ്പിൽ, എന്നാൽ ടോർക്ക് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു കറന്റ് ലൂപ്പിൽ വരുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അടുത്താണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് used to detect a small electric or measure its magnitude. ഒരു ഇലക്ട്രിക് കറന്റ്, സ്മോൾ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് കറന്റിനെ മെഷർ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലുണ്ടാവുന്ന കറന്റും അതിന്റെ ഇന്റൻസിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽസിന്റെ മൂവ്മെന്റ്സിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അതല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ഒരു കോയിലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്മോൾ ഇലക്ട്രിക് കറന്റിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഈ ഗാൽവനോമീറ്ററും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും സെയിം തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു കറന്റിന്റെ മെഷർമെന്റ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. It is a sensitive electromagnetic device which can measure low currents even the order of a few microamperes. അപ്പോൾ വളരെ ചെറിയ മൈക്രോ ആംപിയേഴ്സിലുള്ള കറന്റിന്റെ വാല്യൂസ് അടക്കം നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻസിറ്റീവ് ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസ് ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ ത്രൂ വിച്ച് ദ കോയിൽ ഈസ് ഡിഫ്ലക്റ്റഡ്, അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു നീഡിൽ ഒന്ന് ഡിഫ്ലക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ആ ഒരു മാഗ്നറ്റിക് ടോർക്ക് എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് കറന്റ്, ആ കോയിലിലൂടെ ഉണ്ടാകുന്ന കറന്റിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ എത്രത്തോളം കറന്റ് അവിടെ വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ ജനറേറ്റ് ആകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ നീഡിൽസ് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ആകാൻ സാധിക്കും. ഇതാണ് ഈ പറയുന്ന മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടന്റ് ആണ്, കറന്റ് സെൻസിറ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഉണ്ട്. നമുക്കതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ ഗാൽവനോമീറ്റർ സെൻസിറ്റീവ് ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്സ് കോയിൽ, അതുപോലെ തന്നെ ആ ഒരു ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇത് രണ്ടിനും തന്നെ ഈ പറയുന്ന മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഒരു ഗാൽവനോമീറ്ററിന്റെ കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറന്റ്, ഒരു യൂണിറ്റ് കറന്റിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എത്രത്തോളമാണോ അതിനെയാണ് കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അതിനുള്ള ഇക്വേഷൻ എന്താണ്? Q by I ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിഫ്ലക്ഷൻ ബൈ കറന്റ് ആണ് അല്ലെ? അപ്പൊ Qനെ നമുക്ക് എങ്ങനെ എഴുതാം? NAB ഡിവൈഡഡ് ബൈ K എന്നുള്ള ടേമിൽ എഴുതുകയാണ്. സോ NIAB is equal to K theta ആണ്. അപ്പൊ ഇതാണ് നമുക്ക് അതിൽ വരുന്ന ഒരു കറന്റ് സെൻസിറ്റിവിറ്റിക്കുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഒരു കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ ടേംസുകൾ ഇൻക്രീസ് ചെയ്യണം അല്ലെ? അതായത് N നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ആകണം, A എന്ന് പറയുന്നത് ഏരിയ ഇൻക്രീസ് ആകണം, B എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ, അതും നമുക്ക് ഇൻക്രീസ് ആകണം. എന്നാൽ K എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിക്രീസ് ആകണം. അതെന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് മൊമെന്റ് ഓഫ് റീസ്റ്റോറിംഗ് കപ്പിൾ പെർ യൂണിറ്റ് ആംഗുലാർ ടെസ്റ്റ് ആണ്. അതായത് ടോർഷണൽ കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ആസ് സൂൺ ആസ് എത്രത്തോളം നമുക്ക് പറ്റും അത്രത്തോളം റെഡ്യൂസ് ആകണം, എന്നാൽ മാത്രമേ നമുക്ക് കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻസ് പെർ യൂണിറ്റ്
വോൾട്ടേജ് ആണ്. ഓക്കെ, ഡിഫ്ലക്ഷൻസ് പെർ യൂണിറ്റ് വോൾട്ടേജ് വിച്ച് ഇസ് ഈക്വൽ ടു NAB/KR. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ടു ദി റെസിസ്റ്റൻസ് അല്ലേ, ഡിപെൻഡ് ആണ്, റെസിസ്റ്റൻസിന് ഡിപെൻഡ് ആണ്. സോ 1/LR വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു AB/K into NR ആണ്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ചേഞ്ച് ദ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഈ ബി മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഏരിയ ഓഫ് ദ കോയിൽ ബുദ്ധിമുട്ടാണ്, K അതായത് ടോർഷണൽ കോൺസ്റ്റന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ N/R നമ്പർ ഓഫ് ടേൺസും റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് അല്ലേ. ഓക്കെ, ഇനി ഇതിൽ ഈ ഒരു ഗാൽവനോമീറ്ററിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് ദ കൺവേർഷൻ അല്ലേ. ഗാൽവനോമീറ്ററിനെ ഒരു അമ്മീറ്റർ ആയിട്ട് വരുന്ന കൺവേർഷൻ, അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട്മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് ഒരു അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു പാരലൽ വിത്ത് എ ലോ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ്, ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ then it will be an ammeter. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അമ്മീറ്ററിനെ, അതായത് നമ്മൾ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു അമ്മീറ്റർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. RG എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കൂ ടേംസുകൾ ഞാൻ പറയാം. RG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്, അതായത് ഈ ഗാൽവനോമീറ്ററിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് RG എന്ന് പറയുന്നത്. G ഗാൽവനോമീറ്റർ കോയിൽ ആണ്. I എന്ന് പറയുന്നത്, അതായത് ഈ ഒരു I എന്ന് പറയുന്നത് എന്റെ ടോട്ടൽ കറന്റ്, ആ ഒരു സർക്യൂട്ടിൽ നിന്ന് വരുന്ന ടോട്ടൽ കറന്റ് ആണ് I എന്ന് പറയുന്നത്. IG എന്ന് പറയുന്നത് എന്താണ്, ഗാൽവനോമീറ്ററിലേക്ക് വരുന്ന കറന്റ് അല്ലെ, ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ആണ് IG എന്ന് പറയുന്നത്. I മൈനസ് IG എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറന്റ് ആണ് അല്ലെ, ടോട്ടൽ കറന്റ് മൈനസ് ഗാൽവനോമീറ്റർ കറന്റ്. ആൻഡ് RS എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസ്, അതായത് ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് ആണ് RS എന്ന് പറയുന്നത്, ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്, എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് എ സീരീസ് വിത്ത് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഷുഡ് ബി ഹൈ ആയിരിക്കണം, ദാറ്റ് ഷുഡ് ബി സീരീസ് വിത്ത് ദി ഗാൽവനോമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു വോൾട്ട് മീറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, RG എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. G ഗാൽവനോമീറ്റർ കോയിൽ. I എന്ന് പറയുന്നത് ടോട്ടൽ കറന്റ് ആണ്. IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ ഉണ്ടാകുന്ന കറന്റ് ആണ്. Then V എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ഈ ഒരു സീരീസ് കണക്ഷൻ അക്രോസ് ആയിട്ട് ബിറ്റ്വീൻ ദ പോയിന്റ് A ആൻഡ് B വരുന്ന ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തതാണ് കറന്റ് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ ആൻഡ് ഇറ്റ്സ് ഡൈപോൾ മൊമെന്റ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കറന്റ് നമ്മൾ ഒരു സർക്കുലർ ലൂപ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുകയും, അതായത് അതിലുണ്ടാകുന്ന ഒരു ഫ്ലോ ഓഫ് ചാർജ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ആക്ട്സ് ത്രൂ ദ ജിയോമെട്രി ഓഫ് ദ ലൂപ്പ് ദാറ്റ് ട്രൈസ് ടു അലൈൻ ദ മാഗ്നറ്റിക് ഒബ്ജക്ട് അറൌണ്ട് ഇറ്റ്. അപ്പൊ അതൊരു ജിയോമെട്രി ഓഫ് ദ ലൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഒബ്ജക്റ്റിന് ചുറ്റും അത് അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ കറന്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൂടെ ഉണ്ടാവുന്ന കറന്റ് പാസിംഗിന്റെയും അതേപോലെ തന്നെ അതിന്റെ ഒരു ലൂപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു ഏരിയ ഇൻസൈഡ് ദ ലൂപ്പിന്റെ കൂടി ഒരു പ്രോഡക്റ്റ് ആയിരിക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. which is mu is equal to NIA എന്നാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, I എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻ ദ ലൂപ്പ് ആൻഡ് A is the area inside the loop. that is the product ആണ് അല്ലെ, അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ കറന്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, B is equal to mu 0 by 4 pi 2 mu by I cube. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇക്വേഷൻ. സെക്കൻഡ് വൺ എന്താണ് വരുന്നത് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്യുമ്പോൾ E is equal to 1 by 4 pi epsilon naught 2p by r cube ആണ്. ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ആണ്. സോ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന mu എന്ന് വരുന്ന ഈ ഒരു mu എന്ന് പറഞ്ഞ ഒരു ടേം ആണ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, mu L by L is equal to E by 2m. ഇതിനൊക്കെ ഒരു ഡെറിവേഷൻസ് വരുന്നുണ്ട്, ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഫൈനൽ ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, mu L by L equal to E by 2me. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിരിക്കുന്ന mu L by L ഈ ഒരു ടേമിനെ നമ്മൾ അറിയപ്പെടുന്നത് ഗൈറോമാറ്റിക് മാഗ്നറ്റിക് റേഷ്യോ എന്നാണ്. What is a constant and
ഇറ്റ് ഈസ് 8 × 10⁻10 കൂളോം പെർ കിലോഗ്രാം ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡൈപോൾ മൊമെന്റ് മ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് അല്ലാതെ ഇലക്ട്രോണിന് ഒരു ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെന്റും കൂടി ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ ആണ് 9.27 × 10⁻24 A m². എന്ന് പറയുന്നത്. അതിന്റെ പേരാണ്, ആ ഒരു ഇൻട്രിൻസിക് ആയിട്ട് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ പേരാണ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. എന്താണ്? സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. The value of the spin magnetic moment is equal to 9.27 × 10⁻24 A m². ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ആക്സിയൽ ലൈൻ. ഓക്കെ, ആ ഒരു ആക്സിയൽ ലൈനിൽ വന്നിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മാഗ്നറ്റിക് ഡൈപോൾ കാരണം. അപ്പൊ നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോൾ അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. സൗത്ത് നോർത്ത് ഓഫ് ലെങ്ത് 2L ആണ് നമുക്ക് വരുന്നത്. സൗത്ത് പോൾ എന്ന് പറയുന്നത് എസിലും നോർത്ത് പോൾ എന്ന് പറയുന്നത് എൻഡിലും ആണ് നിൽക്കുന്നത്. ആ സ്ട്രെങ്ത് ഓഫ് ദ നോർത്തും സൗത്തും എന്ന് പറയുന്നത് -QM ആണ് സൗത്തിന്റെ സ്ട്രെങ്ത്, +QM ആണ് നോർത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ മാഗ്നറ്റിക് ഡൈപോൾ M is equal to QM12 ആണ് വരുന്നത്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫ്രം സൗത്ത് ടു നോർത്ത് ആണ് വരുന്നത്. അപ്പൊ അതിന് വരുന്ന ഒരു ഇക്വേഷൻ ആണ് B is equal to μ0/4π 2mr/r² - L² whole square ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതും ആ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസ്റ്റൻസും ആണ്. സോ നമുക്ക് ഈ പറയുന്ന R എന്ന് പറയുന്നത് ഷുഡ് ഗ്രേറ്റർ ദാൻ L ആണ്. അതായത് Lന്റെ വാല്യൂ വളരെ സ്മോൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? Lന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്യാണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? μ0/4π 2mr/r² whole square വരുന്നുണ്ട്. അപ്പൊ r⁴ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു R വരുന്നുണ്ട്, ഇവിടെ 4 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് വരും? B is equal to μ0/4π 2m/r³ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ആക്സിയൽ പൊസിഷൻ ഡ്യൂ ടു എ ഷോർട്ട് ബാർ മാഗ്നറ്റ് വരുന്നതിനും ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഇക്വറ്റോറിയൽ ലൈനിലാണ് ഈ പറയുന്ന ഡൈപോൾ മാഗ്നറ്റിക് ഡൈപോൾ വരുന്നത്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സെയിം കൺസിഡറേഷൻസ് ഒക്കെ തന്നെ വരുന്നത്. നമുക്ക് പോയിന്റ് P ഉണ്ട് ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ. ബാർ മാഗ്നറ്റിന്റെ ലെങ്ത് 2L ആണ്. നോർത്ത് പോളും അതുപോലെ തന്നെ എസ് പോളും +QM അതുപോലെ തന്നെ -QM ആണ് വരുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. B1 B2 ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റീസ് വരുന്നത്. നോർത്തും സൗത്ത് പോളും വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റീസ് എന്ന് പറയുന്നത് B1 ഉം B2 ആണ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? B is equal to μ0/4π m/r³ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻസിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി, ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ടെൻഡൻസി ആണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ടെൻഡൻസിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, റെപ്രസെന്റിംഗ് ബൈ ദ ലെറ്റർ μ ആണ്. ഓക്കെ, ഈ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റിന് മാത്രമല്ല, അതൊരു കറന്റ് ക്യാരിയിങ് ലൂപ്പിലും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ ഒരു യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പൊ ആ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ ആയിട്ട് നെറ്റ് ടോർക്ക് ഉണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും തന്നെ നമ്മൾ ഈ അതിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ടോർക്ക് എന്ന് പറയുന്നത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അലോങ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ഡൈപോളിനെ അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഇൻഡിവിജ്വൽ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് പോൾസ് നമ്മൾ ഈ രണ്ട് ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡൈപോൾ ഫോം ആകുന്നുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ ഫോം ആകുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഒരു ടോർക്ക് എന്താണ്? അതിന്റെ ഇക്വേഷൻ τ is equal to mb into 12 sin theta. That is τ is equal to 2lm in cross b cross sin theta. That is m എന്ന് പറഞ്ഞാൽ എന്താണ്? 2lm ആണ്. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. m ഉം b ഉം both are vectors and torque vectors. The torque acting on a magnet suspended in the magnetic field can be expressed as the cross product of mb. Okay, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ m and b എന്ന് പറയുന്നത് രണ്ടും വെക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ mb എന്നുള്ളതിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, ഒരു ഡൈപോളിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ some amount of work is done against some force. Okay, അതെന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഫോം ആയിരിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റോർ ആയിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന amount of work done ആണ്. ഒരു റൊട്ടേറ്റിംഗ് ഡൈപോളിൽ ഉണ്ടാകുന്ന amount of work done എന്താണോ അതാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ അതിനുള്ള ഒരു ഇക്വേഷൻ W is equal to minus mb cos theta, that is W is equal to minus m dot b ആണ്. വെക്റ്റർ ഫോമിൽ എഴുതുകയാണ്. അടുത്തത് ബാർ മാഗ്നറ്റ് ആസ് ആൻ ഈക്വലന്റ് സോളിനോയിഡ്. ബാർ മാഗ്നറ്റ് എങ്ങനെയാണ് നമുക്കൊരു ഈക്വലന്റ് സോളിനോയിഡ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണ്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are made using any block of ferromagnetic material like iron or nickel. അയൺ, നിക്കൽ ഈ പറയുന്ന രണ്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്, ഉണ്ടാക്കിയിരിക്കുകയാണ് ബാർ മാഗ്നറ്റ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മാഗ്നറ്റ് ഓൺലി വെൻ ആൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്താൽ മാത്രമാണ് അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയുള്ളൂ. അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. കാരണം ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്താൽ മാത്രമാണ് ഇതൊരു മാഗ്നറ്റ് ആവുകയുള്ളൂ. Individual parts produce strong magnetic field when bar magnet is cut into two halves. ഇപ്പോൾ രണ്ട് ഇതായിട്ട് ഈ ബാർ മാഗ്നറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷെ ഇതിന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ട് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പാർട്സ് ഹാവ് ഐഡന്റിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. ഇത് വളരെ വീക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ പോൾസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇവിടെ നമുക്ക് പോൾസ് ചേഞ്ച് ആകുന്നതിനും ചാൻസസ് ഉണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എത്രത്തോളം കറന്റ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന സോളിനോയിഡിനെ നമുക്കൊരു അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ച് ഈക്വലന്റ് സോളിനോയിഡ് ആകുന്നത് നോക്കാം. Magnitude of the magnetic moment of the solenoid B is equal to mu 0 2m by 4 pi r cube ആണ്. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസിങ് ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു ഫോർമുല, ഈ ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിൽ സെയിം മാഗ്നറ്റിക് ഫീൽഡിൽ ബാർ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ബാർ മാഗ്നറ്റ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദ സോളിനോയിഡ്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാർ മാഗ്നറ്റ് വിച്ച് ഈസ് ഈക്വലന്റ് ടു സോളിനോയിഡ് എന്നുള്ള ഇതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഡിഫറൻസ് നോക്കി ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിൽ. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് നോക്കുകയാണ്. എന്താണ്? സോളിനോയിഡും ബാർ മാഗ്നറ്റ്സും ഹാവ് ഡയറക്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അതായത് ദേ അലൈൻ അലോങ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫ്ലക്സ്. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ പറയുന്ന സോളിനോയിഡിന്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ബാർ മാഗ്നറ്റിന്റെയും ഇതൊക്കെ അലൈൻമെന്റ് നടക്കുന്നത്. Then they have same magnetic moments ആണ് ഉണ്ടാകുന്നത്. ബോത്ത് സോളിനോയിഡിനും പെർമനന്റ് മാഗ്നറ്റിനും അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിനും എന്താണ് ഉണ്ടാകുന്നത്? സെയിം മാഗ്നറ്റിക് മൊമെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ the magnetic field strength is same along their axis. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും അതിന്റെ ആക്സിസിനനുസരിച്ച് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സോളിനോയിഡിന്റെയും അതുപോലെ തന്നെ ബാർ മാഗ്നറ്റിന്റെയും ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സോളിനോയിഡ് നമ്മൾ എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഇൻ കാറുകൾ ഉണ്ടാകുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്യുസ്റ്റംഡ് ഇൻടു കൺട്രോളിംഗ് വാൽവ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോർ ലോക്കിംഗ് സിസ്റ്റത്തിൽ സോളിനോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പവർ സ്വിച്ചസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിന, ഇൻഡക്ടേഴ്സ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രിന്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാർ മാഗ്നറ്റ് നമ്മുടെ ലൗഡ് സ്പീക്കർ, ഇലക്ട്രിസിറ്റി മീറ്റർ, സ്മോൾ മോട്ടോഴ്സ്, ഇയർഫോൺസിൽ, ദെൻ ഇലക്ട്രോണിക് ടോയ്സിൽ, റെഫ്രിജറേറ്റേഴ്സിൽ, കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ്സിൽ ഇതിലൊക്കെ നമ്മൾ ഈ പറയുന്ന ബാർ മാഗ്നറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ് വരുന്നത്. അടുത്തൊരു ടോപ്പിക് ആണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ മാഗ്നറ്റിക് എലമെന്റ്സുകളും. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് മാഗ്നറ്റിക് എലമെന്റ്സ് ആർ free floating magnetic needles ആണ്. Okay, that comes to rest roughly along the geographical north south axis of the earth. എർത്തിന്റെ നോർത്ത് സൗത്ത് ആക്സിസിൽ റഫ്ലി റെസ്റ്റ് റഫ്ലി along the geographical ആണ്. അതായത് ഈ ഒരു എർത്ത് മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ മാഗ്നറ്റിക് എലമെന്റ്സ് ഒക്കെ ഫ്രീ ഫ്ലോട്ടിംഗ് മാഗ്നറ്റിക് നീഡിൽസ് ആണ്. ഓക്കെ, this demonstrates that earth works as a massive magnetic dipole. അപ്പോൾ എർത്ത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു മാസീവ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് പോൾസ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതിന്റെ പോളിലാണ്. ഓക്കെ, ഈ എർത്ത് മാഗ്നറ്റിസം ജനറേറ്റ് ആകുന്നത് എങ്ങനെയാണ്? ബൈ ദ കൺവെക്ഷൻ കറന്റ് ഓഫ് മോൾട്ടൺ അയൺ ആൻഡ് നിക്കൽ ഇൻ ദി എർത്ത് കോർ. എർത്തിന്റെ കോറിൽ ഉണ്ടാകുന്ന മോൾട്ടൺ അയണിന്റെയും അതുപോലെ തന്നെ നിക്കലിന്റെയും ഒരു കൺവെക്ഷൻ കറന്റുകൾ കൊണ്ടാണ് ഈ പറയുന്ന എർത്ത് മാഗ്നറ്റിസം ജനറേറ്റ് ആകുന്നത്. ഓക്കെ, ഈ കറന്റ് ക്യാരി സ്ട്രീംസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ദേ ജനറേറ്റ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഈ കറന്റ് ക്യാരി സ്ട്രീംസ് എന്ത് ചെയ്തിട്ട്
മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യുകയാണ് ഈ അയണൈസിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ, ആ ഒരു സണ്ണിൽ നിന്നും വരുന്ന അയണൈസിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്ട് ചെയ്യുകയും അതിനെ എൻറ്ററിങ് അവർ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്താതെ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുകയും പ്രിവെന്റ് ചെയ്യുകയുമാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന കോമ്പണന്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ദ ഡയറക്ഷൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള 3 കോമ്പണന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഈ 3 കോമ്പണന്റുകളാണ് മെയിൻ ആയിട്ട് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോമ്പണന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് കോർഡ് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന ലൈൻ, അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്. ഇത് ജിയോഗ്രഫിക്കൽ നോർത്തും ഇത് ജിയോഗ്രഫിക്കൽ ഈസ്റ്റും ആണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന 3 കോമ്പണന്റുകൾ എന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. It is the declination defined as the angle between magnetic north and true north on the horizontal plane. Horizontal plane ഉണ്ടാവുന്ന ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ വരുന്ന ആ ഒരു ആംഗിളിനെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ആണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ആണ്. അത് ചേഞ്ചിങ്, ആ ഒരു എർത്തിന്റെ സർഫേസ് അതുപോലെ തന്നെ ടൈമിനനുസരിച്ച് ഈ പറയുന്ന ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ലെറ്റർ D എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ഹൊറിസോണ്ടൽ ബൈ ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ആംഗിൾ ആണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇതിൽ വരുന്ന പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡൗൺവേർഡ് ആയിട്ട്, അതായത് എർത്തിലേക്കായിട്ടാണ് നമുക്ക് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പോസിറ്റീവ് വാല്യൂസ് ആണ്. അടുത്തത് ഹൊറിസോൺ കോമ്പണന്റ് അല്ലെങ്കിൽ BS എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് പ്രൊജക്ഷൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓൺ ദി സർഫേസ് ഓഫ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേരീസ് വിത്ത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡിനും അനുസരിച്ച് വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് മേജർ ആയിട്ടുള്ള 3 കോമ്പണന്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റീരിയലിന്റെ. ആ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അതായത് ഡയാമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള, ആ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്ന സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ മെറ്റീരിയലുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? They have the tendency to move from stronger part to weaker part of the external magnetic field. ഒരു external magnetic fieldന്റെ stronger-ൽ നിന്നും weaker part-ലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള ആ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഒരു ടെൻഡൻസി ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉള്ള ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വന്ന് റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിൽ നിന്നും റിപ്പൽ ആകുന്നതിനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതെന്താണ്? substance they get weakly magnetized in the presence of external magnetic field. ഒരു external magnetic fieldൽ weakly മാത്രമായിട്ട്, അതായത് വളരെ weak ആയിട്ട് മാത്രമേ അത് magnetized ആവുകയുള്ളൂ. ഓക്കെ, ഒരു external magnetic field നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റീജിയൻ ഓഫ് വീക്കിൽ നിന്നും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ they are permanent മാഗ്നറ്റുമായിട്ട് വീക്കിലി അട്രാക്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അടുത്തത് ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സബ്സ്റ്റൻസ് then it is placed in an external magnetic field strongly magnetized ആകും. ഫെറോ മാഗ്നറ്റിസം they are strongly magnetized ആണ്. അതേപോലെ തന്നെ അവർക്കൊരു ടെൻഡൻസി എങ്ങനെയാണ്? വീക്കിൽ നിന്നും റീജിയൻ ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്കും അതുപോലെ തന്നെ സ്ട്രോങ്ലി അട്രാക്ട് ആവുകയും ചെയ്യുന്നുണ്ട് ഒരു മാഗ്നറ്റുമായിട്ട്. അതാണ് ഫെറോ മാഗ്നറ്റിസം. So some of the examples for these substances, diamagnetically വരുന്നത് gold, water, mercury, salt of iron and nickel. Paramagnetically വരുന്നത് liquid oxygen, sodium, platinum, nickel, and ferromagnetically iron, cobalt, neodymium. These are the examples. Okay. അടുത്തത് electromagnets and factors affecting their strength. Electromagnetum അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Electromagnet എന്ന് പറഞ്ഞാൽ എന്താണ്? It is a temporary strong magnet made from a piece of soft iron. Okay, when current flows in the coil wound around it. ഒരു
സോഫ്റ്റ് അയൺ പീസിൽ നമ്മൾ ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ട് ആ കോയിലിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റ് മെയ്ഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ B is equal to mu Ni by L ആണ്. mu Ni by L, where B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, I കറന്റ്, mu എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോയിൽ ഗ്യാപ്പ്. അപ്പൊ ഈ ഒരു മാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ടേൺസ്, കറന്റ് ആൻഡ് ലെങ്ത് ഓഫ് ദ കോയിൽ ഗ്യാപ്പ്. These are the components which is depend upon the electromagnetic strength of the magnetic field. Okay. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് പെർമനന്റ് മാഗ്നറ്റ്. എന്താണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഒബ്ജക്ട് നോൺ ആസ് മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിസം നോട്ട് ലോസ്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ടൈം. അതായത് ഒരു സമയത്തും ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് ഉള്ള മാഗ്നറ്റിസം, ആ ഒരു ഒബ്ജക്റ്റുകളെ പറയുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് കാലത്തും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ടാവില്ലേ, അത് ഒരിക്കലും നഷ്ടമാകാത്ത ടൈപ്പ് ഓഫ് മാഗ്നറ്റുകളാണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ് എന്താണ്? ഇത് ഡസ് നോട്ട് നീഡ് എനി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എക്സ്റ്റേണൽ എനർജി. ആ ഒരു മാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്നതിന് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എക്സ്റ്റേണൽ എനർജിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പെർമനന്റ് മാഗ്നറ്റുകൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എവിടേക്ക് നമ്മൾ ഈ പറയുന്ന പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്? ടി വി, ലൗഡ് സ്പീക്കർ, റേഡിയോ, ലെതർ ബാഗ് ബക്കിൾ, ഡേറ്റ കേബിൾ മാഗ്നറ്റ് റിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോൺ വൈബ്രേറ്റർ, ഇങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന പെർമനന്റ് മാഗ്നറ്റിനുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് ഏകദേശം നമുക്കൊരു 52 മിനിറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ് അല്ലേ? Okay, thank you.